KMML-മായി 2005 മുതൽ കരാറിലേർപ്പെട്ടിരിക്കുന്ന ഭവാനി റെക്ടൈൽസ് എന്ന സ്ഥാപനത്തിനാണ് സേവന നികുതി അടയ്ക്കുന്നതിനായി അരക്കോടിയിലധികം രൂപ KMML-ൽ നിന്ന് തന്നെ വകമാറ്റി ചിലവഴിച്ചത്. 2011-ലെ C&AG റിപ്പോർട്ട് ഈ അഴിമതിക്കഥ അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്നാൽ അക്കൗണ്ട്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരായ അഴിമതിയിൽ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല. 2013-ൽ KMML നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലും കമ്പനിയിൽ നിന്നും ഈ ഇനത്തിൽ ലക്ഷങ്ങൾ വെട്ടിക്കപ്പെട്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഒടുവിൽ 2015-ൽ കമ്പനിയുടെ നഷ്ടം വിലയിരുത്താൻ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗവും ഇതേ നിഗമനത്തിൽ തന്നെ എത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. KMML നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി സ്വീകരിക്കുവാൻ സർക്കാർ ഒരുങ്ങുന്നത്. സേവന നികുതി വെട്ടിപ്പിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നതിൽ വ്യവസായ വകുപ്പ് KMML മാനേജ്മെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ടൈറ്റാനിയം ഇടപാട് അടക്കമുള്ളവയിലെ ക്രമക്കേടുകളെക്കുറിച്ചും സർക്കാർ വിശദീകരണം ചോദിച്ചേക്കും. KMML-ലെ സേവന നികുതി അടക്കമുള്ള അഴിമതിക്കഥകൾ തെളിവുകൾ സഹിതം കഴിഞ്ഞ വർഷം മീഡിയ വൺ പരമ്പരയിലൂടെ പുറത്തുവിട്ടിരുന്നു. ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ വൺ, കൊല്ലം.